അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പൊതുപരീക്ഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആൻ ഹിഫ്ള് പരീക്ഷ. ഖുർആൻ ഹിഫ്ള് പരീക്ഷയ്ക്ക് മൊത്തമായി 100 മാർക്കുകളാണ് ലഭ്യമാകുന്നത്. ഖുർആൻ നോക്കി ഓതുന്നതിന് 60 മാർക്കും മനപാഠം അഥവാ ഹിഫ്ള് ഓതുന്നതിന് 40 മാർക്കും, അങ്ങനെ മൊത്തം 100 മാർക്കാണ് ലഭിക്കുന്നത്. ഖുർആൻ ഹിഫ്ള് പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഖുർആനും ഹിഫ്ളും ഒരേപോലെയാണ് ഓതേണ്ടത്. ഖുർആൻ വളരെ നല്ല ശൈലിയിലും സാവകാശവും ഓതുമ്പോൾ ചിലർ ഹിഫ്ളിൻ്റെ ഭാഗം വളരെ വേഗത്തിൽ ഓതി തീർക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഇത് ഒഴിവാക്കി ഖുർആൻ ഓതുന്നത് പോലെ തന്നെ, ഖുർആൻ നോക്കി ഓതുന്നത് പോലെ തന്നെ ഹിഫ്ള് അഥവാ മനപാഠ ഭാഗവും അതേ രീതിയിൽ തന്നെ ഓതി ശീലിക്കുകയാണ് വേണ്ടത്. ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഖുർആൻ ഓതുന്നത് സാവകാശമായിരിക്കുക. വളരെ സാവകാശത്തോടു കൂടിയാണ് ഖുർആൻ ഓതേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഖുർആൻ ഓതേണ്ടത് നിയമങ്ങൾ അനുസരിച്ചാണ്. അഥവാ തജ്വീദിൻ്റെ നിയമങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ, ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓതണം. പ്രത്യേകമായി തജ്വീദിൻ്റെ നിയമങ്ങളിൽ ഗുന്നത്ത് വരുന്ന ഭാഗത്ത് ഗുന്നത്ത് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ നിയമങ്ങൾ നൽകി ഓതുക. മറ്റൊരു കാര്യമാണ് തജ്വീദിൻ്റെ നിയമങ്ങളിൽ മദ് ചെയ്യേണ്ട സ്ഥലത്ത് അതിൻ്റേതായ അളവനുസരിച്ച് തന്നെ മദ് ചെയ്ത് ഖുർആൻ പാരായണം ചെയ്യുക. 2 ഹർക്കത്ത് നൽകേണ്ട സ്ഥലത്ത് 2 ഹർക്കത്തുള്ള മദ് ഉപയോഗിക്കുക. 4 ഹർക്കത്തും 6 ഹർക്കത്തും 7 ഹർക്കത്തും ഒക്കെയുള്ള സ്ഥലങ്ങൾ, വ്യത്യസ്തമായ സ്ഥലങ്ങൾ വരുമ്പോൾ അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മദ് ചെയ്ത് ഉച്ചരിക്കുക. മറ്റൊരു കാര്യമാണ് അക്ഷരസ്ഫുടത. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റേതായ അക്ഷരങ്ങൾ കൃത്യമായ അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വരുന്ന രൂപത്തിൽ തന്നെ പാരായണം ചെയ്യുക. അക്ഷരസ്ഫുടത വളരെ പ്രത്യേക കാര്യമാണ്. അഥവാ അക്ഷരശുദ്ധിയാണ് പ്രത്യേകിച്ച് ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കുന്നത്. മറ്റൊരു കാര്യമാണ് ഖുർആൻ പാരായണം രീതിയിൽ ഓതുക, അഥവാ നല്ല ശൈലിയിൽ പാരായണം ചെയ്യുക. ഖുർആൻ ഹിഫ്ള് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധ എപ്പോഴും ഓതുന്നതിൽ മാത്രമായിരിക്കുക. ഓതുന്ന സമയത്ത് ചുറ്റുപാട് നോക്കി, മറ്റുള്ളവരെ നോക്കി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹിഫ്ളിൻ്റെ ഭാഗം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്കെത്തുമ്പോൾ നമ്മുടെ ഖുർആൻ പാരായണത്തിലോ അല്ലെങ്കിൽ ഹിഫ്ളിൻ്റെ ഭാഗത്തിലോ നമുക്ക് തെറ്റുവരാൻ സാധ്യതയുണ്ട്. അതേപോലെ തെറ്റായി ഓതുമ്പോൾ അതിൻ്റേതായ മാർക്ക് കുറയാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണത്തിൽ 2 ആയത്തോ അല്ലെങ്കിൽ 2 3 വരികളോ മാത്രമായിരിക്കും ഖുർആൻ പാരായണത്തിനും ഹിഫ്ള് പാരായണത്തിനും ഉണ്ടാവുക. ഇതിൻ്റെ മാർക്ക് കണക്കാക്കുന്നത് ഇങ്ങനെയാണ്. ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഓതുന്നതിന് 25 മാർക്കും, നിയമങ്ങൾ അനുസരിച്ച് ഓതുന്നതിന് 35 മാർക്കും, തുടക്കവും വിരാമവും ശ്രദ്ധിച്ച് ഓതുന്നതിന് 20 മാർക്കും, ശബ്ദ ഭംഗി, ശൈലി ഇവ
ശ്രദ്ധിച്ചു ഓതുന്നതിന് 20 മാർക്കും. അങ്ങനെ മൊത്തം 100 മാർക്ക് ഈ രീതിയിലാണ് കണക്കാക്കുന്നത്. ഖുർആൻ ഹിഫ്ള് പാരായണത്തിൻ്റെ തുടക്കം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഊദും ബിസ്മിയും ഓതിയിട്ട് നമ്മൾ തുടങ്ങുക. അവസാനം ഏത് ഭാഗത്തേക്കാണോ നമ്മൾ നിശ്ചയിച്ച് തന്നത് ആ ഭാഗം എത്തുമ്പോൾ സ്വദഖല്ലാഹുൽ അലിയുൽ അലീം എന്ന ഭാഗമെങ്കിലും നമ്മൾ അവസാനം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഖുർആൻ ഓതുന്നതിൻ്റെ ഇടയിലുള്ള വിരാമം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഥവാ വഖഫിൻ്റേതായ രീതിയിൽ തന്നെ വഖഫ് ചെയ്യുക. ഒരു പദത്തിൻ്റെ അവസാന അക്ഷരം എന്താണോ എന്ന് നോക്കി അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട മാറ്റം എന്താണ് എന്നും കൂടി ശ്രദ്ധിക്കുക. ഒരു പദത്തിൻ്റെ അവസാനത്തിൽ ഫതഹോ കെസ്റോ ലമ്മോ സുക്കൂനോ തൻവീൻ കെസ്റോ തൻവീൻ ലമ്മോ വന്നാൽ സുക്കൂനായി മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ. തൻവീൻ ഫതഹ് വന്നാൽ അവിടെ ഫതഹിന് മദ് ചെയ്ത രീതിയിലാണ് വഖഫ് ചെയ്യേണ്ടത്. ഇനി ഒരു അക്ഷരത്തിന് മദ് ചെയ്ത രീതിയിൽ തന്നെയാണ് അവസാനത്തെ അക്ഷരമെങ്കിൽ എങ്ങനെയാണോ മദ് ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ മദ് ചെയ്ത് ഉച്ചരിച്ചു കൊണ്ടായിരിക്കണം വഖഫ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് മൂസ എന്ന പദമാണ് വഖഫ് ചെയ്യേണ്ടതെങ്കിൽ മൂസ എന്ന് തന്നെ വഖഫ് ചെയ്യുക. ജന്നതി എന്ന പദത്തിലാണ് വഖഫ് ചെയ്യേണ്ടതെങ്കിൽ ജന്നതി എന്ന് തന്നെ വഖഫ് ചെയ്യുക. ഖറജു എന്ന പദത്തിലാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ ഖറജു എന്ന് തന്നെ വഖഫ് ചെയ്യുക. ഫതഹിൻ്റെ തൻവീനാണ് വഖഫ് ചെയ്യേണ്ട അക്ഷരമായി വന്നതെങ്കിൽ ഉദാഹരണം അഫ്വാജൻ, ഇവിടെ അഫ്വാജ എന്ന രീതിയിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും സുക്കൂനായി തന്നെ വഖഫ് ചെയ്യണം. ഉദാഹരണം റബ്ബിൽ ആലമീന, ഇവിടെ വഖഫ് ചെയ്യേണ്ടത് റബ്ബിൽ ആലമീൻ. മുസ്തഖീമു എന്ന് വന്നാൽ മുസ്തഖീം. ഫതഹ് കസ്ർ ലമ്മ് സുക്കൂന് തൻവീൻ കസ്ർ തൻവീൻ ലമ്മ് എന്നിവ വന്നാൽ എല്ലാ സ്ഥലത്തും ഇവിടെ സുക്കൂനായി തന്നെ വഖഫ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയ്ക്ക് ഖുർആൻ പാരായണത്തിന് ഖുർആനിലെ ആദ്യ 10 ജുസ് ആണ് പരിഗണിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് ഖുർആൻ പാരായണത്തിന് നമുക്ക് ലഭിക്കുന്നത്. ഹിഫ്ള് സൂറത്തു യാസീനാണ് പാരായണം ചെയ്യേണ്ടത്. സൂറത്തു യാസീനിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് പാരായണം ചെയ്ത് നോക്കാം. ഇതിൽ വരുന്ന നിയമങ്ങൾ, മറ്റു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പരിശീലിച്ച് ഖുർആൻ പാരായണവും ഹിഫ്ള് പാരായണവും നന്നാക്കി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ, ഇവിടെ സീൻ എന്ന അക്ഷരത്തിന് 6 ഹർക്കത്താണ് നീട്ടേണ്ടത്. യാ എന്ന ആദ്യ അക്ഷരത്തിന് 2 ഹർക്കത്താണ് നീട്ടേണ്ടത്. ചിലർ ഓതാറുള്ള തെറ്റായ രീതിയാണ് യാസീൻ. ഇത് തെറ്റാണ്. ഓതേണ്ട ശരിയായ രീതി ഇങ്ങനെയാണ് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക
ഇന്നക ലമിനൽ മുർസലീൻ. ഇവിടെ ഇന്നക ഷദ്ദുള്ള നൂനാണ്, മണിച്ച് ഓതുക. ഓരോ ആയത്തിലും വഖഫ് ചെയ്തുകൊണ്ട് തന്നെ പാരായണം ചെയ്യുക. ഒറ്റ ശ്വാസത്തിൽ തന്നെ 2, 3, 4 ആയത്തുകൾ ഓതാൻ സാധിക്കുമെങ്കിലും ഓരോ ആയത്തിലും വഖഫ് ചെയ്തുകൊണ്ട് തന്നെ പാരായണം ചെയ്യണം. അലാ സിറാത്തിൻ മുസ്തഖീം. ഇവിടെ സിറാത്തിൻ തൻവീൻ്റെ ശേഷം മീമ് വന്നതുകൊണ്ട് ഇദ്ഗാമുൻ ബിഗുന്നയാണ്, ചേർത്ത് മണിച്ചോതണം. അലാ സിറാത്തിൻ മുസ്തഖീം. വഖഫ് ചെയ്യുമ്പോൾ നീട്ടി തന്നെ വഖഫ് ചെയ്യുക. തൻസീലൽ അസീസിർ റഹീം. തൻസീല സുക്കൂനായ നൂൻ്റെ ശേഷം സാ വന്നതുകൊണ്ടാണ് ഇഖ്ഫാ മറച്ച് മണിച്ച് ഓതിയത്. ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഇവിടെ ഖൗമൻ തൻവീൻ്റെ ശേഷം മാ വന്നു. തൻവീൻ്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാമുൻ ബിഗുന്നയാണ്, ചേർത്ത് മണിച്ചോതണം. അതേപോലെ മാ എന്ന മദ്ദക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത പദത്തിൻ്റെ തുടക്കത്തിൽ ഹംസ് വന്നതുകൊണ്ട് ഇവിടെയുള്ള മദ്ദിനെ മദ് മുൻഫസിൽ എന്ന് പറയുന്നു. 7 ഹർക്കത്ത് വരെ നീട്ടേണ്ടതാണ്, 7 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. അതിൻ്റെ ശേഷമുള്ള പദത്തിൽ ആബാഉഹും, ഇവിടെയുള്ള ബാ എന്ന മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ ഹംസ് വന്നു. മദ്ദക്ഷര ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ് വന്നാൽ മദ് മുത്തസിൽ എന്നാണ് പറയൽ, അഥവാ 7 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ്. ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഓരോ ആയത്ത് ഓതുമ്പോഴും ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പൂർണ്ണമായും നമ്മുടെ ശ്വാസം വലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കം ശ്രദ്ധിക്കുക. എന്നാലേ ഒരു ആയത്തിനെ നമുക്ക് എത്തിക്കേണ്ട സ്ഥലത്ത് വഖഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇടയിൽ തന്നെ നമുക്ക് വഖഫ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരും. അതും കൂടി തുടക്കത്തിൽ തന്നെ ശ്വാസത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ആ ആയത്തിനെ പൂർണ്ണമായോ അല്ലെങ്കിൽ നമുക്ക് ആ ആയത്തിനെ എവിടെയാണോ വഖഫ് ചെയ്യാൻ നമ്മൾ നിശ്ചയിക്കുന്നത് ആ സ്ഥലത്തേക്ക് തന്നെ വഖഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ഇവിടെ അലാ മദ്ദക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത പദത്തിൻ്റെ ആദ്യത്തിൽ ഹംസ് വന്നു. മദ് മുൻഫസിലാണ്, 7 ഹർക്കത്ത് വരെ നീട്ടാം. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ഇവിടെ ഇന്ന ഷദ്ദുള്ള നൂനാണ്, മണിച്ച് ഓതണം. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഇവിടെ മിൻ ബൈനി സുക്കൂനായ നൂൻ്റെ ശേഷം ബാ വന്നതുകൊണ്ട് ഇവിടെ സുക്കൂനായ നൂനിനെ
നമ്മൾ ഇഖ്ലാബാണ് ചെയ്യുന്നത്, അഥവാ മറിച്ചോതുന്നു. സുക്കൂനായ നൂനിനെ മറിച്ച് മീമാക്കി ഉച്ചാരണത്തിൽ വരണം. അവിടെ മിൻ എന്നുള്ളത് മിം എന്നായി ഉച്ചരിക്കണം. മിം ബൈനി ഐദീഹിം വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻസിർഹും ലാ യുഅ്മിനൂൻ. ഇവിടെ സവാഉൻ എന്നുള്ള മദ് മുത്തസിലാണ്. മദ്ദക്ഷര ശേഷം ഹംസ് അതേ പദത്തിൽ വന്നു. മദ് മുത്തസിലാണ്. 7 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ്. ഇന്നമാ തുൻസിറു മനിത്തബഅ الذിക്റ വഖശിയ الرحمن ബിൽഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഇവിടെ ഇന്നമ ഷദ്ദുള്ള നൂനാണ് മണിച്ചോതുക. ഷദ്ദുള്ള നൂനും മീമും എവിടെ വന്നാലും മണിച്ച് ഓതണം, അഥവാ ഖുന്നത്ത് ചെയ്ത് ഓതണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഫബശ്ശിർഹു. ഇവിടെ റാഇന് തർഖീഖാണ് നിയമം. റാഇന് തഫ്ഖീമും തർഖീഖും എന്നീ 2 നിയമങ്ങളാണുള്ളത്. ഇവിടെ തർഖീഖാണ് ഓതേണ്ടത്. വ അജിരിൻ, അവിടെ റായിന് കസറോ അല്ലെങ്കിൽ തൻവീൻ കസറോ വരുമ്പോൾ തർഖീഖാണ് നിയമം വരുന്നത്. അതുകൊണ്ടാണ് വ അജിരിൻ എന്ന് ഉച്ചരിച്ചത്. ബിമഗ്ഫിറത്തിൻ, ഇവിടെയുള്ള റാ നിയമം തഫ്ഖീമാണ്. ബിമഗ്ഫിറത്തിൻ. അപ്പോൾ റായിൻ്റെ തഫ്ഖീമും തർഖീഖും നിയമങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ഓതുക. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ ആഥാറഹും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇവിടെ ഇന്ന ഷദ്ദുള്ള നൂനാണ് മണിച്ച് ഓതണം. കൂടാതെ വനക്തുബു, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഭാഗം വനക്തുബു മദ്ദില്ലാത്ത ഒരു അക്ഷരമാണ് ബു. ചിലർ ഓതുമ്പോൾ ഇവിടെ മദ്ദിൻ്റെ ഉച്ചാരണം വരുന്നത് പോലെ തോന്നും. ആ രീതിയിൽ ഓതാറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മദ്ദില്ലാതെ തന്നെ ഓതുക. വനക്തുബു മാ ഖദ്ദമൂ, വനക്തുബു മാ ഖദ്ദമൂ ഇങ്ങനെയാണ് ഓതേണ്ടത്. അല്ലാതെ വനക്തുബു മാ ഖദ്ദമൂ എന്ന ഉച്ചാരണമാകാൻ പാടില്ല. ബാഇന് മദ്ദില്ലാതെയാണ് ഓതേണ്ടത്. വകുല്ല ഷൈഇൻ, ഷൈഇൻ എന്നുള്ളത് തൻവീനാണ്. തൻവീൻ്റെ ശേഷം ഹംസ് വന്നു. ഇൽഹാറാണ് നിയമം, അഥവാ വെളിവാക്കി ഓതണം. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഫീ മദ്ദക്ഷരമാണ്, ശേഷം ഹംസ് വന്നു. മറ്റൊരു പദത്തിലാണ് ഹംസ് വന്നതുകൊണ്ട് മദ് മുൻഫസിലാണ്. 7 ഹർക്കത്ത് വരെ നീട്ടാം. ഇമാമിൻ തൻവീനാണ്. തൻവീൻ്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ബിഗുന്ന, അഥവാ ചേർത്ത് മണിച്ചോതുക. ഫീ ഇമാമിൻ മുബീൻ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ഇതുപോലെ മറ്റുള്ള ആയത്തുകളും കൂടി ശ്രദ്ധിച്ച് നിയമങ്ങൾ എന്താണോ വരുന്നത് ആ നിയമങ്ങൾ തന്നെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ വളരെ സാവകാശത്തോടുകൂടി ഖുർആൻ പാരായണവും ഹിഫ്ള് പാരായണവും ചെയ്യുക. അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാനും ഉന്നത മാർക്ക് നേടാനും തൗഫീഖ് നൽകട്ടെ.
وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.